എന്തൊക്കെയായി ആലോചിച്ചു കൂട്ടുന്നേ. ഇങ്ങേർക്ക് പണി കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. ജെയിൻ ജംഗ്ഷൻ ചാരിയോ. ഡോ, താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? താൻ വീരനോടിച്ച പിന്നാലെ വരുന്ന പെണ്ണുങ്ങളെ താൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇതാള് വേറെയാ. ഞാൻ കേട്ടു താൻ ജെസിയോട് പറഞ്ഞതൊക്കെ. തന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെ വേറെ ആളെ നോക്കിക്കോണം. അയ്യടാ, കണ്ടേച്ചാലും മതി. അവളെ എൻ്റെ പിറകിൽ നിന്ന് ഒഴിവാക്കാൻ എനിക്ക് അപ്പം അതല്ലാതിന് മാർഗമില്ലാണ്ട് പോയി. പ്രേമിക്കാൻ പറ്റിയ സാധനം. നിന്റെ വിചാരം എന്താ? എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം എനിക്ക് അടക്കാൻ വയ്യാതെ എല്ലാതും അങ്ങ് പുറത്തോട്ട് ചാടിയതാണെന്നോ? അങ്ങനാണെ തനിക്ക് കൊള്ളാം. ഈ ജന്മത്തിലെന്നല്ല, ഇനി എത്ര ജന്മം ഉണ്ടായാലും തന്നെ പോലൊരു മൂരാച്ചിയെ ഞാൻ കിട്ടത്തില്ല. ഓ, ഞാനങ്ങ് ഇല്ലാണ്ടായി. നിന്നെ കെട്ടാൻ ദിവസവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിപ്പാണല്ലോ ഞാൻ. താൻ പോടോ. തന്റെ ടൈപ്പ് ആമ്പിള്ളേരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 24 മണിക്കൂറും മറ്റേ ചിന്തയല്ലേ ഉള്ളൂ. നിനക്കെന്നെ കുറിച്ച് എന്തറിയാം? ഒരു ചുക്കും അറിയത്തില്ല. ഞാൻ എങ്ങനെ താണാണ് അല്ലാന്നൊക്കെ വിലയിരുത്താൻ മാത്രം നീ ആയിട്ടില്ല കേട്ടോടി. ഇതിന് ഞാൻ വലിയ ആളാവൊന്നും വേണ്ട. തന്റെ പോലെ തേർഡ് ക്ലാസ് ചിന്താഗതിയിലുള്ളവരോടൊന്നും തർക്കിക്കേണ്ട ആശയവും എനിക്കില്ല. പൊന്നുമോളൊന്ന് നിന്നേ. എന്റെ മുഖത്ത് നോക്കി ഞാനൊരു ചെറ്റയാണെന്ന് പറയാതെ പറഞ്ഞ് മോളങ്ങ് ഷോ കാണിച്ചു പോയാ ഈ എബൻസർ കൈയിട്ട് നിൽക്കുമെന്ന് നീ കരുതിയോ? കൈയെടുക്ക്, ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും കേട്ടോ. അതെന്താ? എവിടെയാടി നിന്റെ നട്ടല്? ആണ്ടൊരുത്തനോട് മുട്ടിയപ്പോ എല്ലാം ഒടിഞ്ഞു തൂങ്ങിയോ? എന്റെ നട്ടലിനൊരു കുറവില്ല. തനിക്കടി മേടിച്ച് തരണ്ട എന്ന് വെച്ചിട്ടാ മര്യാദക്ക് പറയുന്നേ. നിന്റെ കൈക്ക് കയറി പിടിച്ചതിനാണോ എനിക്ക് തല്ലിയിട്ടാൻ പോകുന്നത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോ എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാ? അതിന്റെ കാര്യം ഇപ്പൊ എന്തിനാ പറയുന്നേ? എന്താ, നിനക്ക് നാണം വരുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ല. നിനക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ കിസ് ചെയ്തും പോരാ. താൻ വലിയ ഹീറോയിസ് ഒന്നും കാണിക്കണ്ട. പെർമിഷൻ ഇല്ലാതെ കിസ് ചെയ്തതെന്ന് നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇവിടെ ഒരാൾ ആ കിസ്സിലങ്ങ് മയങ്ങിയപ്പോ എതിർത്തൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. അത് ഞാൻ ഷോക്കായി പോയതുകൊണ്ടല്ലേ. ഷോക്കായി പോയതുണ്ടോ? നീ എന്താ മുഖത്തോക്ക് നോക്കത്തെ? മുഖത്ത് നോക്കി സംസാരിക്കട്ടെ. ഒന്ന് പോയി. ഇതെന്ത് പറയുമായും സീൻ കാത്തറിനൊക്കെ നാണം വന്നെന്നോ? ഇന്ന് കാക്ക വലത് മറക്കുമല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ നീ എന്താ പറഞ്ഞേ? തേർഡ് റേറ്റ് ചിന്താഗതി അല്ലേ? നിന്റെ മനസ്സിലൊക്കെ എനിക്ക് മനസ്സിലായി മോളെ. ഒരു കാണാൻ കൊള്ളുന്ന യുവാവിനെ വശീകരിച്ചതിന്റെ വലിവിലാക്കാനുള്ള പരിപാടിയല്ലേ? ദേ, എനിക്ക് കേറി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കേറി വരുന്നുണ്ടെന്നോ? ദേ, ഞാനൊരു സൽസ്വഭാവിയായ പയ്യനാണ്. എന്നെ ഒന്നും ചെയ്യരുത്. ഇയാളെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിനക്കിപ്പോഴും ആ ഒരു ചിന്തയേ ഉള്ളൂ. സോറി കുട്ടി, ഞാൻ ആ ടൈപ്പല്ല. ഞാൻ പോകുക. നിങ്ങൾക്ക് തലക്ക് എന്തോ കാര്യമായിട്ട് കേടുണ്ടോ? അവിടെ നിൽക്കടി. ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോ നീ എന്നെ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പോയാ മതി. വിട്, എനിക്ക് പോണം. പറയാതെ ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ പറയുന്നോ അതോ ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു? ചായ എങ്ങനെ എങ്ങനെ? പ്ലീസ്. എന്ത് ഇനി വേണമെന്നോ? ശരിയാ, ഞാൻ റിജക്റ്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നി. എന്താ, മതിയോ? പോരാ. ഇനി എന്താ? ഇവിടെ വാ. എന്നാത്തിന്? അമ്മച്ചി, ഇവളെന്നെ വശീകരിക്കുന്നേ. ഒന്ന് നിർത്തുന്നുണ്ടോ? തനിക്കിപ്പോ വേണ്ടേ? രണ്ടേ രണ്ട് കാര്യങ്ങൾ. അത് നീ ചെയ്താ നിന്നെ ഞാൻ വെറുതെ വിടാം. എന്താ? ഒന്നാമത്തെ കാര്യം, എന്നെ കാണുമ്പോൾ ഇച്ഛായെന്നല്ലാതെ നിന്റെ ഈ ചുണ്ടിന്നൊന്നും വരരുത്. 2, എവൻസറിന് അങ്ങനെ ഷെയർ ചെയ്യുന്ന സ്വഭാവമില്ല. ഞാൻ കടിച്ച ആപ്പിൾ അതെനിക്ക് തന്നെ വേണം. പേടിക്കണ്ട, ഞാൻ ഒറ്റയടിക്ക് മുഴുവൻ തിന്നത്തൊന്നുമില്ല. സാവധാനം ആസ്വദിച്ച് കഴിച്ചോളാം കേട്ടോ. അപ്പോ ഇച്ഛായ പോട്ടെ, മോള് പോയി ഉറങ്ങാൻ നോക്ക്. ആപ്പിളോ? അങ്ങേരിത് എന്തൊക്കെയാ പറഞ്ഞേ? ആ, എനിക്കറിയണ്ട, ഉറങ്ങാൻ നോക്കാം. ജെയിൻ, നീ ഞാൻ കൊത്തിയ ആപ്പിളാ. എനിക്കൊരു കടി കൂടി കഴിക്കാൻ തോന്നുവാ. എടുക്കട്ടെ? ഇച്ചാനിത് എന്താ പറയുന്നേ? നിനക്കറിയില്ലേ ജെയിൻ കാത്രീന എനിക്കെന്താ വേണ്ടെന്ന്?
ഛേ, സ്വപ്നമായിരുന്നു. ഏ കർത്താവേ, ഞാനിത് എന്തൊക്കെയാ സ്വപ്നം കാണുന്നേ? മായ്ച്ചോളാം മായ്ച്ചോളാം. കടുവയെ കൊണ്ട് മനുഷ്യന്റെ ഉറക്കവും പോയി. നീ എന്താ കൊച്ചെ ഇങ്ങനെ കോട്ടുവായിടുന്നേ? ഒരു പോള കണ്ണടച്ചിട്ടില്ല മമ്മി. അതെന്ത് പറ്റി? കണ്ണടക്കുമ്പോഴൊക്കെ ആപ്പിളിന്റെ സ്വപ്നം കാണുക. ആപ്പിളിന്റെ സ്വപ്നോ? ആന്നേ, രാത്രി ഒരു 5-6 പ്രാവശ്യം ഞെട്ടി എഴുന്നേറ്റ്. ദേ കണ്ടോ കണ്ടോ, ഇതാ ഞാൻ സ്വപ്നം കാണുന്നേ. നമ്മുടെ മോക്ക് വട്ടായോ മിന്നി? കല്യാണം ഉറപ്പിച്ചത് നന്നായി. നിങ്ങളുടെ മോക്ക് മാത്രല്ല, ഞങ്ങളുടെ മോനും തുടങ്ങിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. കുറെ നേരമായി ആപ്പിൾ പിടിച്ച് കിണിച്ചോണ്ടിരിക്കുന്നു. നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് ആപ്പിൾ തിന്നാൻ തോന്നുന്നു. ആ, ആപ്പിളല്ലേ നിന്റെ കയ്യിലിരിക്കുന്നേ? ഈ ആപ്പിളല്ല, ഇതിന് മധുരം കുറവാ. ഞാൻ വേറൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്നൊരു കടിയെടുക്കണം. നീ എങ്ങോട്ടാണ് ഈ പോകുന്നേ? ഭക്ഷണം വേണ്ടേ? എന്റെ വയറ് നിറഞ്ഞു. ഇനി അവിടെ ഞാൻ നിന്നാ നിങ്ങൾ പലതും കാണേണ്ടി വരും. ആ ഓടിപ്പോയതാണല്ലേ നീ കണ്ടുവച്ച ആപ്പിൾ. കൊള്ളാം. നീ ഒന്നവിടെ നിന്നേ. എന്താ? നീ ഞങ്ങളുടെ വിന്നിച്ചായന്റെ പെണ്ണാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. നേരാണോ? ആണെങ്കി ഇന്നലെ കയറി വന്ന നീ ഞങ്ങളുടെ വിന്നിച്ചായനെ അങ്ങ് കൊത്തിക്കൊണ്ടു പോയാ ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്നെന്ന് നീ വിചാരിച്ചോ? നിങ്ങളുടെ വിന്നിച്ചായനോ? അത് കൊള്ളാം. അങ്ങേരെന്താ വല്ല സാധനവുമാണോ നിങ്ങൾക്ക് സ്വന്തമാവാൻ? ഡയലോഗടി നിർത്തടി. നിനക്കല്ലേലും ഒരു എല്ല് കൂടുതലാ. അത് ഞങ്ങൾ ഇന്ന് ശരിയാക്കി തരാം. ലിസ, എന്താ അവിടെ? ഒന്നുമില്ല വിന്നിച്ചായ, ഞങ്ങൾ വെറുതെ ഇവിടെ നിന്ന് പരിചയപ്പെടാൻ വന്നതാ. വിശ്വസിച്ചു. എന്നാലേ ഈ വക പരിചയപ്പെടലിനി ഇവിടടുത്ത് വേണ്ട. മക്കള് പോ. യു വെൽക്കം ബൈ ദ വേ. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിന്റെ കൊറിയല്ല. ഇവിടെ ആണുങ്ങളെക്കാളും ഗുണ്ടായിസം കാണിക്കുന്ന പെണ്ണുങ്ങളാ. ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. അതിനാര് പറഞ്ഞു ഞാൻ നിന്നെ രക്ഷിച്ചതാണെന്ന്? ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റോ? ആ, ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ കടിക്കാനിരിക്കുന്ന ആപ്പിളിനെ എന്തേലും പറ്റിയാ അത് എനിക്ക് നഷ്ടമല്ലേ? ഏതൊരു ബിസിനസ്സുകാരനെ പോലെയും എനിക്ക് നഷ്ടക്കച്ചവടം ഇഷ്ടമല്ല. ഓ, തുടങ്ങി. അപ്പൊ എങ്ങനാ? നിന്നെ രക്ഷിച്ച വകയിൽ ഒരു കടിയെടുക്കട്ടെ? എന്താ, എന്നെ വിളിച്ചാ? എന്താണ് മോന് പതിവില്ലാത്തൊരു ചിരിയൊക്കെ? ആരുടെയും വലയിൽ പോയി വീണോ? ഞാൻ വീണിട്ടില്ല, പക്ഷേ ഒരുത്തിയ വലയിൽ ഞാൻ ആക്കുന്നുണ്ട്. ജയ്, പറയാതിരിക്കാൻ വയ്യ, നിന്റെ സെലക്ഷൻ അടിപൊളിയാ. അല്ലേലും ദി ഗ്രേറ്റ് എവൻസർ വിൻസെന്റ് പെണ്ണാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരുത്തി പറ്റില്ലല്ലോ. ഒന്ന് പോടാ. എടാ വിന്നി, അവന്മാര് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവന്മാർക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ? ഓ, വന്നോ കോളേജിലെ രാജാവ്? ക്ഷമിക്കണമെന്നേ. ഇവന്മാരെ പോലെ നിന്റെ വാലയിൽ തൊങ്ങി നടക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും. അതെന്റെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പോ മാറിക്കോളും. വിന്നി, നീ എടുത്തു ചാടി തല്ലുണ്ടാക്കണ്ട. അവന്മാര് പുറത്തുനിന്ന് ആളുമായിട്ടാ വന്നേക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? 10. അതൊക്കെ വളരെ കുറവല്ലേ മാമ? വിന്നി, വേണ്ട. നിനക്ക് തുടങ്ങിയ ഒരു കൺട്രോളും ഉണ്ടാവത്തില്ല, എനിക്കറിയാം. ഒന്ന് പോ ജിമ്മി, കുറച്ച് ദിവസമായില്ലേ മേലനങ്ങിയിട്ട്. ഇന്നലെയല്ലേ അവന്മാരോട് അടിയുണ്ടാക്കിയത്? അത് കലങ്ങിയില്ല. നിനക്കല്ലേലും പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. എന്നാന്ന് വെച്ചാ അങ്ങ് ചെയ്യ്. ദാറ്റ്സ് ദ സ്പിരിറ്റ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയല്ല. നിന്നോട് മുട്ടാൻ മാത്രം ഞങ്ങളായിട്ടില്ലല്ലോ. ആ, ഞങ്ങളുടെ ടാർഗറ്റ് എത്തി. പിടിയുടെ അവളെ എങ്ങാൻ നീ തൊട്ട പിന്നെ ജീവിതത്തിൽ നിന്റെ കൈ ഓങ്ങില്ല. ആണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. എന്നെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? നീയൊക്കെ എന്താ വിചാരിച്ചേ? നീ വന്ന് 2 ഡയലോഗ് അടിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെയൊക്കെ പേടിച്ച് നടക്കുന്നു. നാണമില്ലല്ലോടാ പെണ്ണുങ്ങളോട് നിന്ന് തല്ലുണ്ടാക്കാൻ. അതിനെങ്ങനെ? എവൻസറിനോടൊക്കെ മുട്ടണമെങ്കിൽ നീ ഒരാണായി ജനിക്കണ്ടേ?
വകയിൽ നിങ്ങൾക്ക് കടിയില്ല. കേട്ടല്ലോ, നീ ആണായി ജനിച്ചിട്ട് പാ, എന്നിട്ട് നമുക്കൊരു കൈ നോക്കാം. ജെയിൻ കാത്രീൻ ആളൊരു സംഭവമാണല്ലോ. പിന്നല്ല, അവള് നമ്മുടെ പിന്നീട് വെച്ചല്ലേ. ആകെ നാണം കിട്ടും. ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടത്തില്ല. അവളെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. ചേട്ടായി എവിടെ? എന്താടാ, ഇന്നും അടി മേടിച്ചു വന്നോ? ചേട്ടായി, അത് നീ എന്റെ തന്തയ്ക്കുണ്ടായത് തന്നെ ആണോടാ? ചേട്ടായി, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഞങ്ങൾക്ക് കോളേജിലുണ്ടായിരുന്ന വില മുഴുവൻ അവ ഒറ്റൊരുത്തം കാരണമാണ് ഇല്ലാണ്ടായത്. അത് നേരാ, ഇങ്ങനെ പോയാൽ ഒരു പട്ടിക പോലും നമ്മളെ വില കാണത്തില്ല. ആരാവൻ? എന്താ ചേട്ടായി? നീ പറഞ്ഞ ഹീറോ ആരാണെന്ന്? അവന്റെ പേര് എവഞ്ചർ എന്നാ, എവഞ്ചർ വിൻസെന്റ്. ചേട്ടായി, ആ പെങ്കൊച്ച കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. അവളെ എനിക്ക് വേണം ചേട്ടായി. എവഞ്ചർ? ആ കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ജെയിൻ കാത്രീന. ഈ പറഞ്ഞ ചെറുക്കന്റെ പേര് ഞാൻ നോക്കിക്കോളാം. ആ കൊച്ചിന്റെ ഒരു ഫോട്ടോ കാണിച്ചത്. മോനെ പീറ്ററേ, ഈ കൊച്ചിനെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരും. നിന്റെ പെണ്ണായിട്ടല്ല, ഏട്ടത്തിയമ്മയായിട്ട്. ചേട്ടായി, സോറി ചേട്ടായി. ജെയിൻ കാത്രീന കൊള്ളാം.